Hello my lovelies, welcome back to a new video. സോ ഇന്ന് സൺഡേ ആയിട്ട് പ്രത്യേകിച്ച് ഒരു പരിപാടി ഇല്ലാണ്ടിരുന്നപ്പോഴാണ് ആലോചിച്ചത് എന്നാൽ ഒന്ന് ബീച്ചിൽ പോയാലോ എന്ന്. അങ്ങനെ ഞങ്ങൾ ഇപ്പം വന്നിരിക്കുന്നത് പുതുവൈപ്പ് എന്ന് പറഞ്ഞ ബീച്ചിലാണ്. അധികം ആളൊന്നുമില്ല, വലിയ റഷൊന്നുമില്ല, ഒരു കുഞ്ഞു ബീച്ചാണ്, കുറച്ച് പേരൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. സോ അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം ബീച്ചൊക്കെ കണ്ട് എക്സ്പ്ലോർ ചെയ്തിട്ട് സാമീനതേ മണ്ണിലിരുത്തിയേക്കാണ്. ഞാനിവിടെ 3, 6 പിന്നെ സാമീനെ എടുത്തിട്ടുണ്ട്, പിന്നെ അപ്പുറത്ത് 12 എന്ന് എഴുതിയിട്ടുണ്ട്. ഇതെന്താ സംഭവം എന്ന് പിടികിട്ടിയിട്ടുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യണേ. എന്താണെന്നുള്ളത് കുറച്ച് സില്ലിയായിട്ടൊക്കെ തോന്നും, പക്ഷേ പെട്ടെന്നൊരു ഐഡിയ തോന്നി ചെയ്തതാണ്. ഇതെന്താണെന്ന് ആർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടെങ്കിൽ എന്തായാലും നടിയിൽ കമൻറ്റ് ചെയ്യണേ. സോ അത് കഴിഞ്ഞ് നമ്മൾ അവിടെ ഒരു സ്വിങ് ഉണ്ടായിരുന്നു, പിന്നെ ഇങ്ങനെ ആടുന്നൊരു സാധനം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടേക്ക് ഇരുത്തി സാമീനെയൊക്കെ ഒന്ന് അവിടെ ഇരുത്തി ആടിക്കാമെന്നൊക്കെ വിചാരിച്ച് അവിടെ ഇരുത്തുമായിരുന്നു. അവളാണെങ്കിൽ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ക്യൂരിയസ് ആയിട്ട് എല്ലായിടത്തേക്കും നോക്കുകയാണ്, ആരൊക്കെയാണ് എന്തൊക്കെയാണെന്നൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവിടുത്തെ സ്വിങ്ങിൻ്റെ അടുത്തിരുത്തി അവളെ എൻ്റെ മടിയിലിരുത്തി കുറച്ച് നേരം ആടിക്കുകയാണ്. സോ തൊട്ടപ്പുറത്തൊരു പശുമ്പി ഉണ്ടായിരുന്നു. സോ സീംസ് ലൈക്ക് പശുമ്പി ഇസ് നോട്ട് സോ ഡേഞ്ചറസ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അവിടെ ഇരുന്ന് ആടി. അത് കഴിഞ്ഞ് അമ്മയ്ക്ക് ആടണം എന്ന് പറഞ്ഞ് അമ്മയും കുറച്ച് നേരമൊക്കെ ഇരുന്ന് ആടി. സോ നല്ലൊരു ഈവനിങ് ആയിട്ട് നമ്മളിങ്ങനെ ഇരിക്കുകയായിരുന്നു. ഇപ്പോൾ തന്നെ ഒരു 4:30-5 മണി ആയിട്ടുണ്ടായിരുന്നു. സോ മഴയൊന്നും ഇല്ലായിരുന്നു, അതുകൊണ്ട് തന്നെ നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു ഓൾ ടുഗെദർ. സോ ആഫ്റ്റർ ദാറ്റ് ഞാൻ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഒന്ന് സാമീനെയും കൊണ്ടൊന്ന് ബീച്ചിലേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചു. ഒന്ന് അവളുടെ കാലൊക്കെ ഒന്ന് നനയ്ക്കാം, സോ ദാറ്റ് ഷീൽ ഗെറ്റ് ദാറ്റ് ഫീലിംഗ് ഓഫ് വാട്ടർ. ലൈക്ക് അത് വെള്ളത്തിലിറങ്ങുമ്പോൾ ഉള്ള കാലിൽ വെള്ളം നനയുമ്പോൾ ഉള്ളൊരു ഫീൽ എങ്ങനെയാണെന്നൊക്കെ അറിയിക്കാനായിട്ട്. ബീച്ച് വാട്ടറിൽ ആദ്യമായിട്ടാണ് സാമി ബീച്ചിൽ പോകുന്നത്. ബീച്ചിൽ പോയിട്ടുണ്ടെങ്കിലും ബീച്ചിൽ ഇറങ്ങിയിട്ടില്ല. നമ്മൾ ബീച്ചിൽ പോയിരിക്കുന്നത് കാനഡയിലായിരുന്നപ്പോഴാണ് പോയിട്ടുള്ളത്, അല്ലാണ്ട് ഇവിടെ ആദ്യമായിട്ടാണ് അവൾ ബീച്ചിൽ പോകുന്നത്. സോ അവൾക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു, അതുപോലെ തന്നെ എനിക്കും. ഞാനാണ് അവൾ ആദ്യമായിട്ട് ബീച്ചിലൊക്കെ ഇറക്കുന്നത്. സോ അതിൻ്റെ ഒരു സന്തോഷവും എക്സൈറ്റ്മെൻറ്റ് എനിക്കും ഉണ്ടായിരുന്നു. അങ്ങനെ അധികം ഞങ്ങൾ കടലിൻ്റെ ഉള്ളിലേക്കൊന്നും ഇറങ്ങിപ്പോയില്ല. ഞങ്ങളവിടെ സീഷോറിൽ തന്നെ നിന്ന് വെള്ളം വരുമ്പോൾ ജസ്റ്റ് വന്ന് കാല് നനയ്ക്കുക അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഉള്ളിലേക്കൊന്നും അധികം ഇറങ്ങിയില്ല. ആരും തന്നെ ഇറങ്ങിയിട്ടില്ല, ബിക്കോസ് സീ വാസ് ലിറ്റിൽ റഫ് ടുഡേ. സോ നമുക്ക് ഓൾറെഡി വാർണിംഗ് ഒക്കെ ഉണ്ടായിരുന്നു, പോലീസ് അവിടെ നിന്ന് പറയുന്നുണ്ടായിരുന്നു അധികം ആരും ഉള്ളിലേക്ക് പോകരുത്. സോ അധികം ആരും തന്നെ ഉള്ളിലേക്ക് അധികം ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. സോ അങ്ങനെ നമ്മൾ അവിടെ നിന്ന് കുറച്ച് നേരമൊക്കെ ടൈം സ്പെൻഡ് ചെയ്തു. കുറച്ച് നേരമൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്തു, കളിച്ചു. അമ്മയാണെങ്കിലും അമ്മയും കുറച്ച് നേരമൊക്കെ അമ്മയാണ് വീഡിയോ ഒക്കെ എടുത്ത് തരുന്നത്. സോ ആഫ്റ്റർ ദാറ്റ് നമ്മൾ നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പം നമ്മൾ ഹസ്തോ എന്ന് പറഞ്ഞിട്ടൊരു കഫേയിൽ വന്നിരിക്കുകയാണ്. അവിടെ ടേബിൾ ടോപ്പിൽ വെച്ചിരുന്ന എല്ലാ സാധനവും ഞാൻ സൈഡിലെടുത്ത് എൻ്റെ സീറ്റിൻ്റെ അപ്പുറത്ത് വെച്ചു, ബിക്കോസ് അതെല്ലാം സാമി തട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. സോ പക്ഷേ അതൊക്കെ അവിടെ വെച്ച് കഴിഞ്ഞപ്പോൾ അവൾ ഭയങ്കര മര്യാദക്കാരിയായി. ആൻഡ് ഇതാണൊരു പുതിയ സംഭവം ഞങ്ങൾ ആ കഫേയിൽ കണ്ടത്. സോ നിങ്ങളുടെ പാർട്ട്ണറിനോ അപ്പനോ അമ്മയ്ക്കോ ഫ്രണ്ട്സിനോ ഒക്കെ ഒരു ബർത്ത്ഡേയോ ആനിവേഴ്സറി എന്തെങ്കിലും സെലിബ്രേറ്റ് ചെയ്യണമെങ്കിൽ ഇതൊരു ബെസ്റ്റ് സ്പോട്ടാണ്, ബിക്കോസ് അവർ തന്നെ എല്ലാം അറേഞ്ച് ചെയ്ത് തരും. ഇതൊരു അടിപൊളി ഐഡിയ ആയിരുന്നു. ആൻഡ് ആഫ്റ്റർ ദാറ്റ് ഞങ്ങൾ പതുക്കെ ഭക്ഷണമൊക്കെ കഴിച്ച് വീട്ടിലേക്ക് പോയി. ബൈ ബൈ.